നോർദിക് മലയാളിയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. എൻ്റെ പേര് ഷാക്കിർ. ഞാൻ ഒരു സംരംഭകരാണ്. 12 വർഷത്തോളമായി ഫിൻലൻഡിൽ ജീവിക്കുന്നു. അങ്ങനെ എന്ത് ചെയ്യണം എന്ന് ആലോചിച്ചിരിക്കുമ്പോഴാണ് ഒരു ബിസിനസ് സംരംഭം സ്റ്റാർട്ട് ചെയ്യാം എന്ന് വിചാരിക്കുന്നത്. എൻ്റെ ചെറുപ്പത്തിൻ്റെ തിളപ്പ് കൊണ്ട് ഞാൻ അവർ പറഞ്ഞതൊന്നും മുഖവിലയ്ക്ക് എടുത്തില്ല. അപ്പോൾ ഇത്ര കോസ്റ്റ്ലി ആയ ഐറ്റം എന്നതാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ക്വാളിറ്റി എന്ന് പറയുന്നത്. പക്ഷേ ഇവിടുത്തെ ക്വാളിറ്റി പ്രൈസ് അല്ല, ആ ഒരു പ്രോഡക്റ്റിൻ്റെ ക്വാളിറ്റി അതൊക്കെയാണ്. എന്ന് വെച്ചാൽ അത്ര ഹൈജീനാണ്. ഇതിനകത്തുള്ള മൊത്ത ജനസംഖ്യ എന്ന് പറയുന്നത് എറണാകുളം ജില്ലയും തൃശ്ശൂർ ഈ രണ്ടും കൂടി കൂട്ടി വെച്ചാൽ ഏകദേശം ഇവിടുത്തെ പോപ്പുലേഷനായി. ചരിത്രത്തിലാദ്യമായി ഫിൻലൻഡിലേക്ക് ഒരു ഇന്ത്യൻ വെജിറ്റബിൾസ് ഞാനാണ് ഇമ്പോർട്ട് ചെയ്യുന്നത്. ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് ഷാക്കിറാണ്. ഷാക്കിർ ഫിൻലൻഡിൽ വന്നിട്ടുള്ള വിശേഷങ്ങളെ കുറിച്ച് നമുക്ക് കൂടുതൽ ചോദിച്ചറിയാം. ഞാൻ ഷാക്കിർ, നാട്ടിൽ ആലുവയിലാണ്. അങ്ങനെ ഞാൻ ആദ്യമായി ഫിൻലൻഡിൽ വരുന്നത് വിപ്രോ നമ്മുടെ IT കമ്പനിയിൽ നിന്ന് ഓൺ സൈറ്റായിട്ട് ആണ് ഇവിടെ ആദ്യം വരുന്നത്. പോറിയിലായിരുന്നു ഫസ്റ്റ് അസൈൻമെൻറ്റ്. അതിനുശേഷം 2009 അവസാനമാണ് ഒക്ടോബർ നവംബറിലാണ് ഫിൻലൻഡിൽ വരുന്നത്. എന്നിട്ട് ഡിസംബർ ആയപ്പോഴത്തേക്കും തിരിച്ച് നാട്ടിലേക്ക് പോയി. അങ്ങനെ ആദ്യം ഇവിടെ വന്ന ആ സമയത്ത് ഫിൻലൻഡ് കണ്ട് ഇഷ്ടപ്പെട്ടു. അത്യാവശ്യം ഞങ്ങൾ വരുന്ന സമയത്ത് നല്ല തണുപ്പ് തുടങ്ങുന്ന സമയമാണ്. ആദ്യമായിട്ടാണ് ഇന്ത്യ വിട്ട് യാത്ര ചെയ്യുന്നത്. അപ്പോൾ ബേസിക്കലി ഒരു സംരംഭകൻ എന്ന ഏതൊക്കെ അർത്ഥത്തിൽ മനസ്സിലെപ്പോഴും ഉണ്ട്. അപ്പോൾ ആദ്യമായിട്ടാണ് ഞാൻ ഇന്ത്യ വിട്ട് പുറത്ത് പോകുന്നത്. അപ്പോൾ ആദ്യമായിട്ട് ഫ്ലൈറ്റിൽ കയറുന്നത്. അങ്ങനെ ഇവിടെ എത്തി. അതിനുശേഷം തിരിച്ച് വിപ്രോ അസൈൻമെൻറ്റ് കഴിഞ്ഞ് തിരിച്ച് നാട്ടിൽ വന്നതിന് ശേഷം ഇവിടെ ഫിൻലൻഡിലുള്ള ബറോണ IT എന്ന് പറയുന്നൊരു കമ്പനി, ഒരു കൺസൾട്ടിങ് ഹ്യൂമൻ റിസോഴ്സ് കൺസൾട്ടിങ് കമ്പനിയാണ്. അവർ ഇങ്ങനെ നാട്ടിലായിരുന്നു. അപ്പോൾ അവർ വിളിക്കുകയും ഇൻ്റർവ്യൂവിന് ബാംഗ്ലൂർ വെച്ച് ഒരു ടെസ്റ്റും ഇൻ്റർവ്യൂക്ക് ഉണ്ടായിരുന്നു, അറ്റൻഡ് ചെയ്തു. അങ്ങനെ ആദ്യമായിട്ട് പിന്നെ തിരിച്ചു വരുന്നത് ബറോണയിൽ വർക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ബറോണ ഒരു കൺസൾട്ടിങ് കമ്പനിയാണ്. ഒരു വലിയ വെൽ നോൺ IT കമ്പനിയിലാണ് ജോയിൻ ചെയ്തത്. അവരുടെ ഫ്രാങ്ക്ഫർട്ട് ജർമ്മനി ബെർലിൻ ഉള്ള ഒരു പ്രോജക്റ്റിന് വേണ്ടിയാണ് ഇവിടെ നിന്ന് വർക്ക് ചെയ്തിരുന്നത്. അങ്ങനെ അത് ഒരു ഫിൻലൻഡിലെ നല്ല കാലം എന്ന് പറയുന്ന സമയമാണ്. അത് 2010 ഏർലി 2010 ഒരു വർഷമാണ് കാര്യമായി ഇവിടെ ജോലിയിൽ ആ സമയത്ത് ഉണ്ടായിരുന്നത്. അതിനുശേഷം ഫിൻലൻഡ് ഒരു വലിയ ഒരു ജയൻറ്റിൻ്റെ ഒരു ഫോൾ ഡൗൺ കണ്ടു. ആ സമയത്ത് ഒരുപാട് IT കാർക്ക് ജോലി പോയി. അങ്ങനെ ആ സമയത്ത് ജോലി കണ്ടിന്യൂ ചെയ്യണോ അതോ വേറൊരു ജോലി നോക്കണോ അതല്ല ഇനി നാട്ടിലേക്ക് തിരിച്ചു പോകണോ അതല്ല ഇവിടെ തന്നെ കണ്ടിന്യൂ ചെയ്യണം, ഇങ്ങനെ 3 ഓപ്ഷനാണ് മുന്നിലുണ്ടായിരുന്നത്. അപ്പോൾ എനിക്കറിയുന്ന ടെക്നോളജി എന്ന് പറയുന്നത് എംബഡഡ് സിസ്റ്റവും ടെലികോമുമാണ്. ഞാൻ നാട്ടിൽ വെച്ച് ഏകദേശം ഇപ്പോൾ ഇതുവരെ എടുത്താൽ ഏകദേശം ഒരു 10-20 വർഷമായിട്ട് വർക്ക് ചെയ്യുന്നു. അതിൽ ഒരു 10 വർഷത്തോളമുള്ള എൻ്റെ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് നാട്ടിലായിരുന്നപ്പോൾ ബാംഗ്ലൂരായിരുന്നു അധികം വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ടെലികോമിലാണ് അധികം എക്സ്പീരിയൻസ്. അപ്പോൾ ഇവിടെ ഈ ഒരു വലിയ ഫോൾ ഉണ്ടായി എന്ന് പറയപ്പെടുന്നത് ടെലികോം സെക്ടറിലാണ്. അപ്പോൾ അങ്ങനെ ആയി കഴിഞ്ഞപ്പോൾ പിന്നെ ജോലി നോക്കുക എന്നുള്ളത് അത്ര എളുപ്പമല്ല. അങ്ങനെ എന്ത് ചെയ്യണം എന്ന് ആലോചിച്ചിരിക്കുമ്പോഴാണ് ഒരു ബിസിനസ് സംരംഭം സ്റ്റാർട്ട് ചെയ്യാം എന്ന് വിചാരിക്കുന്നത്. അപ്പോൾ എൻ്റെ നാട്ടിൽ ഞങ്ങൾക്ക് ചെറിയ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ബിസിനസ് സംരംഭങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ശേഷിപ്പുകളായി തുടങ്ങാം എന്ന് വിചാരിച്ചിട്ടാണുള്ളത്. അങ്ങനെ എന്ത് ചെയ്യും എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആദ്യം തോന്നിയ ഒരു ഐഡിയ എന്ന് പറയുന്നത് FMCG പ്രോഡക്റ്റ്, അതായത് ഫാസ്റ്റ് മൂവിങ് കൺസ്യൂമർ ഐറ്റംസ് വിൽക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിൽ ഫിൻലൻഡ് എന്ന് പറയുന്നത് ഒരു വലിയ എൻ്റർപ്രണർ ഫ്രണ്ട്ലി കൺട്രി ആണ് എങ്കിൽ കൂടിയും ഇവിടെയുള്ള ആളുകളുടെ എണ്ണം വളരെ കുറവാണ്. ഇപ്പോൾ ഇപ്പോൾ കേരളമായിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ മൊത്തത്തിൽ ഞാനിതിനെ സാധാരണ ഇങ്ങനെയാണ് പറയാറ്. ഇപ്പോൾ കന്യാകുമാരി മുതൽ ഏകദേശം ബോംബെ വരെ യാത്ര ചെയ്യുന്ന അത്രയും സ്പേസാണ് ഒരു പക്ഷേ ഫിൻലൻഡ് എന്ന് പറയുന്ന രാജ്യം. മനസ്സിലാകുന്നുണ്ട് പറയുന്നത്. ഇതിനകത്തുള്ള മൊത്ത ജനസംഖ്യ എന്ന് പറയുന്നത് എറണാകുളം ജില്ലയും തൃശ്ശൂർ ഈ രണ്ടും കൂടി കൂട്ടി വെച്ചാൽ ഏകദേശം ഇവിടുത്തെ പോപ്പുലേഷനായി. അപ്പോൾ ഇത്രയുള്ള ആളുകൾക്കിടയിലേക്കാണ് നമ്മളൊരു ബിസിനസ് സംരംഭവുമായി വരേണ്ടത്. പിന്നെ ഇതുപോലെ നാട്ടിൽ അറിയുന്ന ആളുകൾ അല്ലെങ്കിൽ അറിയാത്ത ആളുകൾ ബിസിനസ്സുമായി ബന്ധപ്പെട്ട് ചോദിക്കുമ്പോൾ ഞാൻ പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ആദ്യമൊക്കെ ഫ്രണ്ട്സ് പറയും നമുക്ക് കമ്പനികൾക്ക് വേണ്ടി വെബ്സൈറ്റ് ചെയ്ത് കൊടുക്കാം, അങ്ങനത്തെ സംഭവങ്ങളെക്കുറിച്ചൊക്കെ പറയുമ്പോൾ തന്നെയും ഇവിടെ ഇപ്പോൾ ഒരു ബാർബർ ഷോപ്പ് എടുത്താൽ ആ ബാർബർ ഷോപ്പിനുണ്ട് വെബ്സൈറ്റ്. അപ്പോൾ അങ്ങനത്തെ ഒരു സ്ഥലം ഒരു പക്ഷേ വേറെ എവിടെയെങ്കിലും ഉണ്ടോ എന്ന് വെച്ചാൽ എനിക്കറിയില്ല.
അപ്പോൾ ഏതൊരു ചെറിയ സംരംഭങ്ങളുമാണോ അത് IT-യുമായി അത്ര കണക്റ്റഡ് ആണ്. ഇത് പറയാനാണ് ഞാൻ ഉദ്ദേശിച്ചത്. IT-യുമായി അത്ര കണക്റ്റഡ് ആണ് ഇവിടുത്തെ എല്ലാ സംരംഭങ്ങളും ഓടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഇരിക്കെ എനിക്ക് IT ബാക്ക്ഗ്രൗണ്ടാണ്. അപ്പോൾ ഞാൻ ഏതായാലും IT വീണ്ടും തുടങ്ങുക എന്ന ഒരു അവസ്ഥയെ കുറിച്ച് അന്ന് ചിന്തിച്ചില്ല. കാരണം ഓൾറെഡി ഒരു വലിയ ഫോളൊക്കെ കണ്ടതിന് ശേഷം പിന്നെ ടെലികോമിലാണ് വർക്ക് ചെയ്തിരുന്നത് എന്നുള്ളത് കൊണ്ടും നാട്ടിൽ വെച്ചതുപോലെ ഞങ്ങൾ ഫ്രണ്ട്സ് എല്ലാം കൂടി ഒരുമിച്ച് ചില ടെലികോം ടെസ്റ്റിംഗ് വർക്കുകളൊക്കെ ഇത് ചെയ്യാനൊക്കെ നമ്മൾ ആലോചിക്കുമ്പോൾ നമുക്കന്ന് പറ്റാതിരുന്ന സംഭവം എന്ന് വെച്ചാൽ എക്യുപ്മെൻറ്റ്സ് ഹാൻഡിൽ ചെയ്യാനാണ്. അപ്പോൾ ഹെവി ഇൻവെസ്റ്റ്മെൻറ്റ് സംഭവങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ അതിന് ആ സെക്ടർ മൊത്തം കിട്ടും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ FMCG പ്രൊഡക്ട്സിലേക്ക് കയറി. അപ്പോൾ അന്നിപ്പോൾ എനിക്ക് ആദ്യമായി തോന്നിയ ഒരു സംഭവം ഇവിടെ നമ്മൾ മൊത്തത്തിൽ നോക്കുമ്പോൾ പ്രൈസ്, റീറ്റെയിൽ പ്രൈസുകൾ, അതായത് ഇനി ഞാൻ സംസാരിക്കുന്നത് ഇന്ത്യൻ റിലേറ്റഡ് സംഭവങ്ങളെക്കുറിച്ചാണ്. അപ്പോൾ ഇന്ത്യൻ ഷോപ്പുകൾ കേന്ദ്രീകരിച്ച് ഒരു ബിസിനസ് എന്ന അർത്ഥത്തിൽ നാട്ടിൽ നിന്ന് അരി, റൈസ്, ബസ്മതി റൈസ് കൊണ്ടുവന്ന് സെല് ചെയ്യാം എന്നൊരു അർത്ഥത്തിലാണ് ആദ്യം ഈ ഐഡിയ സ്റ്റാർട്ട് ചെയ്യുന്നത്. അങ്ങനെ പല ഷോപ്പുകളിലും ചെന്ന് സംസാരിച്ചു. അപ്പോൾ അവർക്കൊന്നും നമ്മുടെ അടുത്ത് റൈസ് വാങ്ങിക്കാൻ ഇൻട്രസ്റ്റ് ഇല്ല. അപ്പോൾ അവരൊക്കെ അതിനെയും അവിടെ ഉള്ളവരൊക്കെ അത്യാവശ്യം അന്ന് ഞാനിത് പറയുന്നത് ഏകദേശം ഒരു 10 വർഷം മുന്നേ ഉള്ള സ്റ്റോറിയാണ്. അപ്പോൾ അന്ന് ഇവിടെ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള കുറേ താപ്പാനകളുണ്ട്. അവരിൽ അധികവും ഇന്ത്യക്കാരല്ല. അപ്പോൾ അവരെന്ത് പറഞ്ഞു എന്ന് വെച്ചാൽ നമുക്ക് നിങ്ങളുടെ അടുത്ത് സാധനം വാങ്ങിച്ചാൽ ഉണ്ടാകുന്ന കുറേ ബുദ്ധിമുട്ടുകൾ, അല്ലെങ്കിൽ ഇപ്പോൾ ഞാൻ നാട്ടിൽ നിന്ന് ഇന്ത്യയിലേക്ക് ഇമ്പോർട്ട് ചെയ്താൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളെക്കുറിച്ച് എന്നെ കുറേ പറഞ്ഞ് പഠിപ്പിച്ചതൊക്കെ ചെയ്തു. എൻ്റെ ചെറുപ്പത്തിൻ്റെ തിളപ്പുകൊണ്ട് ഞാൻ അവർ പറഞ്ഞൊന്നും മുഖവിലയ്ക്ക് എടുത്തില്ല. അപ്പോൾ ഇതിനകത്ത് ഇതിപ്പോൾ എൻ്റെ ഈ വർത്തമാനങ്ങൾ കേട്ട് ആരെങ്കിലും ഫുഡ് ബിസിനസ്സിലേക്ക് ഇറങ്ങാൻ തുടങ്ങിയാൽ, അപ്പോൾ ലോകത്ത് ഇപ്പോൾ നമ്മൾ പല സപ്ലയേഴ്സ്, ഞാൻ അതിന് ശേഷമൊക്കെ ഒരുപാട് സമയത്ത് നാട്ടിലുള്ള സപ്ലയേഴ്സിനോടൊക്കെ സംസാരിക്കുമ്പോൾ അവർ പറയും ഞങ്ങൾ US-ലേക്ക് എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റ് ക്രൈറ്റീരിയ നമ്മുടെ നാട്ടിൽ കേരളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം US-ലേക്ക് എക്സ്പോർട്ട് ചെയ്യുന്ന സാധനങ്ങൾ ലോകത്തെല്ലായിടത്തും ക്ലിയർ ആണെന്നാണ്. അതൊരു പ്രത്യേകതയാണ്. ലോകത്തെ ഏറ്റവും കൂടുതൽ റെസ്ട്രിക്ഷൻസ് ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. ഇപ്പോൾ ഇത് എൻ്റെ അറിവിൻ്റെ വെച്ചിട്ടാണ് ഞാൻ പറയുന്നത്. യൂറോപ്പാണ് അത്യാവശ്യം ഏറ്റവും കൂടുതൽ ഫുഡ് സേഫ്റ്റി അല്ലെങ്കിൽ അതിൻ്റെ ക്വാളിറ്റി റെസ്ട്രിക്ഷൻസ് കൂടുതലുള്ളത്. അതിൽ തന്നെ നോർഡിക്കിന് വേറെ ഒരു പ്ലസ് അപ്ഗ്രേഡഡാണ്. അതിൽ തന്നെ ഫിൻലൻഡ് കുറച്ചുകൂടി മേലെയാണ്. നമ്മുടെ നാട്ടിൽ അതിനിപ്പോൾ നമ്മുടെ നാട്ടിലെ ആളുകളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഇവിടെ ആളുകൾ കൃഷി ചെയ്യുന്നത് അവർക്കത് ഇഷ്ടമായിട്ടാണ്. അത് ബൈ ചാൻസ് അല്ല, ബൈ ചോയ്സാണ്. നമ്മുടെ നാട്ടിൽ സ്പൈസസ് ബോർഡിലെ ചെയർമാനുമായി സംസാരിച്ചിരുന്നു. ഇപ്പോൾ സ്പൈസസ് ബോർഡ് ചെയർമാൻ എന്നോടൊന്ന് പറഞ്ഞിട്ടാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് യൂറോപ്പിൽ പോയിരുന്ന് ഇങ്ങനെയൊക്കെ പറയാം, പക്ഷേ ഇവിടുത്തെ ചൂടിലും ഇവിടുത്തെ മഴയിലും ഇവിടുത്തെ കാറ്റിലും ഇതൊക്കെ ആയി വന്ന് അതിൽ നിന്ന് ഉണ്ടാകുന്നത് നഷ്ടപ്പെടുന്നതൊക്കെ കഴിഞ്ഞ് കിട്ടുന്ന സാധനങ്ങൾ വിറ്റിട്ട് വേണം കർഷകർക്ക് ലാഭം ഉണ്ടാകാൻ. അപ്പോൾ അവർ ചിലപ്പോൾ കുറച്ചധികം പെസ്റ്റിസൈഡ് ഉപയോഗിക്കും. അപ്പോൾ അതിൽ കുറച്ചധികം വിഷം ഉണ്ടാവും. അപ്പോൾ അത് നിങ്ങൾക്ക് അവിടെ നിന്ന് പറയാം. ഇതൊക്കെ ഒരു യാഥാർത്ഥ്യമാണ്, സംഭവമാണ്. അങ്ങനെ ഏതായാലും ആദ്യമായി ഞാൻ എന്ത് ചെയ്യുന്നത് വെച്ചാൽ റിപ്പോഹളഹത്തി എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു ചെറിയ ഷോപ്പ് തുടങ്ങി. അപ്പോൾ നമ്മളെ നാട്ടിൽ പറഞ്ഞാൽ അത്ര വലിയ ഷോപ്പൊന്നുമില്ല, ഒരു ചെറിയൊരു റീറ്റെയിൽ ഔട്ട്ലെറ്റ്. നമ്മുടെ നാട്ടിൽ തുടങ്ങി ഇവിടെ സൂപ്പർ മാർക്കറ്റ് എന്നൊന്നും പറയാൻ പറ്റില്ല, എന്നാലും ആ ഒരു കോൺസെപ്റ്റിൽ സ്റ്റാർട്ട് ചെയ്തു. അത് ഞാൻ തുടങ്ങുന്നത് 2011 നവംബർ 11 സ്റ്റാർട്ട് ചെയ്തു. 11 അങ്ങനെ ഒരു ഡേറ്റിൽ അത് സ്റ്റാർട്ട് ചെയ്തു. അത് ഏകദേശം ഒരു വർഷത്തോളം ഹെൽസിങ്കി സെൻട്രലിൽ തന്നെയാണ് ഓഫീസ് ഉണ്ടായിരുന്നത്. എന്ന് പറഞ്ഞാൽ വേറെ രീതിയിൽ ആലോചിച്ചാൽ ഡൽഹിയിൽ എങ്ങനെയാണോ ഒരു ഷോപ്പ് തുടങ്ങുന്നത് അതുപോലെ അങ്ങനെ കമ്പയർ ചെയ്താൽ അത്ര വലിയ സിറ്റി അല്ല ഹെൽസിങ്കി എന്ന് പറയുന്നത്, പക്ഷേ ഒരു രാജ്യത്തിൻ്റെ ക്യാപിറ്റൽ സിറ്റി. അപ്പോൾ അവിടെ ബിസിനസ് തുടങ്ങി. അങ്ങനെ ഏകദേശം ഒരു വർഷം അവിടെ അത് കണ്ടിന്യൂ ചെയ്തു. അതിനുശേഷം പിന്നെ ഒരു ഷോപ്പ് കൂടി എക്സ്പോ ലപ്പവാരികൾ എക്സ്പോ എന്ന സ്ഥലത്ത് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ അങ്ങനെ ഒരു കാര്യം മനസ്സിലായി, നമുക്ക് വേണ്ടുന്ന എല്ലാ സാധനങ്ങളും നാട്ടിൽ നിന്ന് കൊണ്ടുവരുന്നത് അത്ര പോസിബിൾ അല്ല. അപ്പോൾ പിന്നെയുള്ള ഏറ്റവും അടുത്തുള്ള സ്ഥലം എന്ന് പറഞ്ഞാൽ UK ആണ്. ഇവിടുത്തെ ഇതിൻ്റെ ഏറ്റവും വലിയ രസം എന്താണെന്ന് വെച്ചാൽ നാട്ടിൽ കിട്ടുന്ന എല്ലാ സാധനങ്ങളും യൂറോപ്പിലെത്തിയാലും ആളുകൾക്ക് വേണം. ഇതാണ് ഇതിനകത്തുള്ള ഏറ്റവും വലിയ രസം. അപ്പോൾ ആളുകൾ കടയിൽ വന്ന് ചോദിക്കുക, ഏറ്റവും നമ്മളെ ഇപ്പോൾ മുരിങ്ങയില അല്ലെങ്കിൽ കൊടപ്പൻ, അതുപോലെ എന്തൊക്കെയാണ് വാഴപ്പിണ്ടി, ഇങ്ങനെ സാധനങ്ങൾ ഒക്കെയാണ് ആളുകൾ വന്ന് ചോദിക്കുക. അപ്പോൾ ഇനി ഇതിനെന്താണ് മാർഗം? അങ്ങനെ അതിന് വേണ്ടിയിട്ട് അന്വേഷിച്ചിരുന്നൊരു സപ്ലയറെ കിട്ടി. അപ്പോൾ നമുക്ക് കേരളത്തിൽ നിന്ന് ഇങ്ങോട്ടേക്ക് അത്ര ഫ്ലൈറ്റ് എന്താ പറയുക ട്രാൻസ്ഫർ അത്ര എളുപ്പമല്ല. അല്ലെങ്കിൽ പിന്നെ അത് മിഡിൽ ഈസ്റ്റിൽ വന്ന് മിഡിൽ ഈസ്റ്റ് ടു ഫിൻലൻഡാണ് ട്രാൻസ്ഫർ ഉള്ളത്. പക്ഷേ ഞാൻ ഈ പറയുന്ന സമയത്ത്, അതായത് ഏകദേശം ഒരു 6-7 വർഷം മുന്നേ,
ആ സമയത്ത് ഇങ്ങനെയൊരു കണക്ടിവിറ്റി ഇല്ല. അന്നൊക്കെ ഞങ്ങൾ ഇവിടുന്ന് യാത്ര ചെയ്യുന്നത് ഇവിടുന്ന് നേരെ ഒന്ന് ഡൽഹി പോവുക, ഡൽഹിയിൽ നിന്ന് നാട്ടിലേക്ക് പോവുക, ഇങ്ങനെയാണ്. അപ്പോൾ വേറെ ഒരു കണക്ടിവിറ്റി അന്ന് കിട്ടിയത് ബോംബെ ഹെൽസിങ്കി കാർഗോ ഫ്ലൈറ്റ്സ് ഉണ്ട്. ചരിത്രത്തിൽ ആദ്യമായി ഫിൻലൻഡിലേക്ക് ഒരു ഇന്ത്യൻ വെജിറ്റബിൾസ് ഞാനാണ് ഇമ്പോർട്ട് ചെയ്യുന്നത്. അങ്ങനെ ഞാനിപ്പോൾ മൊത്തത്തിൽ നോക്കിയാൽ ഏകദേശം ഒരു 4-5 ബിസിനസ് ഓൾറെഡി ഞാൻ ഫിൻലൻഡിൽ മൊത്തത്തിൽ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് അങ്ങനെ ആദ്യമായി ഷോപ്പ് തുടങ്ങി. അതിനുശേഷം ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടും കൂടി വേറെ ഒരു ഹോൾസെയിൽ ബിസിനസ് തുടങ്ങി. അത് ആദ്യത്തെ എൻ്റെ ഈ പരിചയത്തിന് എൻ്റെ മേലെ നിന്നുകൊണ്ടാണ് ആ ഹോൾസെയിൽ ബിസിനസ് തുടങ്ങിയത്. അത് ഇതുപോലെ കുറേ നാൾ നടന്നു. അത് കഴിഞ്ഞ് അത് കൊടുത്തു കഴിഞ്ഞു. അത് കഴിഞ്ഞപ്പോൾ പിന്നെ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ, പിന്നെ ഇങ്ങനെ ആലോചിക്കുമ്പോൾ ഫിൻലൻഡിലെ ഗോൾഡ് എന്ന് പറഞ്ഞ് എനിക്ക് തോന്നിയൊരു സാധനമാണ് പാല്. ഞാൻ ഒരു പാല് പറ്റി ചിന്തിക്കുകയും അങ്ങനെ ആരും ചെയ്യാത്ത അടുത്ത സാഹസമായ ഒരു ഫാക്ടറി ഫിൻലൻഡിൽ ആദ്യമായി പക്ഷേ മലയാളി ചെയ്യുന്ന ആദ്യത്തെ ഫാക്ടറി ഞാൻ സ്റ്റാർട്ട് ചെയ്തു. ഇവിടുന്ന് ഒരു 60 കിലോമീറ്റർ അപ്പുറത്ത് പോർവോ എന്ന് പറയുന്ന സ്ഥലത്തായിരുന്നു. അങ്ങനെ അത് സ്റ്റാർട്ട് ചെയ്തു. വലിയ കുഴപ്പമില്ലാണ്. നമ്മൾ മെയിനായിട്ട് ചെയ്തിരുന്നത് പനീറും അതുപോലെ നെയ്യും പാൽപ്പൊടിയും, അങ്ങനെ 3 സാധനങ്ങൾ ഉണ്ടാക്കി. അങ്ങനെ ആ ഒരു സമയത്താണ് എന്ത് സംഭവിച്ചത്, ലോക്ക്ഡൗൺ. അങ്ങനെ കൊറോണ പിടിച്ചു. എനിക്ക് പിടിച്ചില്ല. ആ സമയത്ത് കൊറോണ വന്നു, മൊത്തം ലോക്ക്ഡൗണായി. അങ്ങനെ ലോക്ക്ഡൗണായ സമയത്ത് പിന്നെ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായി, മൊത്തം ജാമായി. അങ്ങനെ ഇരിക്കുമ്പോൾ പിന്നെ എന്ത് ചെയ്യും എന്ന് ആലോചിച്ചിരിക്കുന്ന സമയത്ത് പിന്നെ വിചാരിച്ചു അറിയുന്ന പണി എന്ന് വെച്ചാൽ IT, അങ്ങനെ തിരിച്ച് അതിലേക്ക് പോകാം എന്ന് തീരുമാനിക്കുകയും അങ്ങനെ കുറച്ച് നാൾ പിന്നെ ജോലി ചെയ്തു. ഇതിനിടയിൽ ഈ കൊറോണ ഇങ്ങനെ പോയിക്കൊണ്ട്, അല്ലെങ്കിൽ ഇതൊരു കൊറോണ ഒരു ബുദ്ധിമുട്ടായി മാറിക്കഴിഞ്ഞപ്പോൾ കുറേ സമയം വൈകുന്നേരങ്ങളിൽ ഫ്രീ ആയി കിട്ടിയപ്പോൾ സ്വയം ഒരു IT പ്രോഡക്റ്റ് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ അതിൻ്റെ പിന്നാമ്പുറത്തിൽ പണിയെടുത്തുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ഇവിടെ തുടങ്ങിയ ബിസിനസ് എല്ലാം ഫുഡ് റിലേറ്റഡ് ആയിട്ടുള്ള ഇൻഡസ്ട്രി ആണല്ലോ. അപ്പോൾ അതിലെന്താണ് ചാലഞ്ചസ് ഉണ്ടായിട്ടുള്ളത്, അല്ലെങ്കിൽ ഇനി മുന്നോട്ട് പോകാൻ വളരെ ബുദ്ധിമുട്ടാണെന്നോ അങ്ങനെ എന്തെങ്കിലും ഒരു അതായത് നേരത്തെ പറഞ്ഞതുമായി ബന്ധപ്പെട്ട സംഭവങ്ങളാണ്. അതായത് ഇവിടുത്തെ ഫുഡ് ക്വാളിറ്റി എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന ക്വാളിറ്റി അല്ല ഇവരുടെ ക്വാളിറ്റി. ഇപ്പോൾ നമ്മളിപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു എനിക്കറിയുന്ന ഒരു പ്രോഡക്റ്റ് പറ്റി ഞാൻ പറയാം. ഇപ്പോൾ കാഷ്യൂനട്ടിൽ പല ഗ്രേഡുകളുണ്ട്. ഇപ്പോൾ 180 അല്ലെങ്കിൽ 260 അല്ല 240 പിന്നെന്തായിരുന്നു 320 അങ്ങനെ കുറേ ഗ്രേഡുകളുണ്ട്. അപ്പോൾ ഇതിൽ 180 എന്ന് പറയുന്ന ഗ്രേഡ് നമുക്ക് ഒരു പക്ഷേ ഞാൻ ഫിൻലൻഡിൽ ഇതുവരെ കണ്ടിട്ടില്ല, പക്ഷേ യൂറോപ്പിൽ തന്നെ വേറെ എവിടെയും ഉണ്ടോ എന്നറിയില്ല. അപ്പോൾ നമ്മുടെ നാട്ടിൽ തന്നെ അതിന് വളരെ കോസ്റ്റ്ലിയാണ്. അപ്പോൾ ഇത്ര കോസ്റ്റ്ലി ആയ ഐറ്റം എന്നതാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ക്വാളിറ്റി എന്ന് പറയുന്നത്. പക്ഷേ ഇവിടുത്തെ ക്വാളിറ്റി പ്രൈസ് അല്ല, ആ ഒരു പ്രോഡക്റ്റിൻ്റെ ക്വാളിറ്റി ആണെന്ന് വെച്ചാൽ എത്ര ഹൈജീനാണ്, അല്ലെങ്കിൽ അതിനകത്ത് എത്ര ഏത് രീതിയിലാണത് പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്, അത് കെമിക്കൽസ് ഉപയോഗിച്ചിട്ടില്ല, അല്ലെങ്കിൽ അതിനകത്ത് പെർമിറ്റഡ് കെമിക്കൽസ് ആണോ ഇതിൻ്റെ പ്രൊഡക്ഷനിൽ ഉപയോഗിച്ചിട്ടുള്ളൂ, അല്ലെങ്കിൽ ഇതിൻ്റെ ഫാമിങ്ങിൽ എന്തൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്തരം സംഭവങ്ങളാണ് ബേസിക്കലി ഇവർ നോക്കുന്നത്. അപ്പോൾ ഇന്ത്യ പോലുള്ള ഒരു സ്ഥലത്ത്, അല്ലെങ്കിൽ കേരളത്തിൽ നമുക്ക് ഇത്തരം സംഭവങ്ങൾ അത്ര എളുപ്പത്തിൽ അവൈലബിൾ അല്ല. ഈ പറയുന്ന ഒരു ഫുഡ് ക്വാളിറ്റി മീറ്റ് ചെയ്യുന്ന രീതിയിലല്ല ഇവിടെ നമുക്ക് അവൈലബിൾ ആകുന്നത് നമ്മുടെ ഇത്തരം പ്രോഡക്റ്റ്സ് ചെയ്യാൻ നേരം. അപ്പോൾ അതിൻ്റെ ഒരു ചലഞ്ചാണ് മെയിൻലി ഫുഡുമായി ബന്ധപ്പെട്ട് ചെയ്യുമ്പോൾ നമുക്ക് തോന്നുന്നു. പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ ആളുകൾ വളരെ കുറവാണ്. അപ്പോൾ വളരെ കുറവായതുകൊണ്ട് ബിസിനസ്സിൽ എപ്പോഴും നമുക്ക് എത്ര ക്വാണ്ടിറ്റി വിൽക്കുന്നു എന്നുള്ളത് തന്നെ വോളിയത്തിലാണ് ഇതിൻ്റെ എപ്പോഴും നമുക്ക് വരുമാനം കിട്ടുള്ളൂ. നമ്മുടെ നാട്ടിലെ പോലെ ഒരു MRP സിസ്റ്റം ഇവിടെ ഇല്ല. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള വിലയിട്ട് വിൽക്കാം. പക്ഷേ അതിനോടൊപ്പം തന്നെ ഇപ്പോൾ ഞാനൊക്കെ എൻ്റെ ഷോപ്പ് തുടങ്ങുന്ന സമയത്ത് ഒരു 4-5 ഷോപ്പുകളാണ് മൊത്തത്തിലുള്ളത്. അത് ഇന്ന് മാറി ഏകദേശം ഒരു 10-15 അല്ലെങ്കിൽ 10-15 ആയിരിക്കില്ല, അതിനേക്കാളൊക്കെ വളരെയധികം കൂടി ആണ് ഇപ്പോൾ എണ്ണം ഉള്ളത്. അപ്പോൾ 5 അപ്പോൾ അതിൻ്റെ പക്ഷേ ആളുകൾ കൂടുന്നില്ല. ഇത് വാങ്ങിക്കുന്ന ബേസിക്കലി അധികം കസ്റ്റമേഴ്സും ഇന്ത്യക്കാരായിരിക്കും. അപ്പോൾ അങ്ങനെ ഇന്ത്യക്കാർ അത് ഒരു എന്താ പറയുക ക്രമാതീതമായി ആർക്കത്തിൽ കൂടുന്നില്ല. അപ്പോൾ അതൊരു ചലഞ്ചാണ്. ഇപ്പോൾ ഫിൻലൻഡിൽ അല്ലെങ്കിൽ ഒരു നോർഡിക് കൺട്രിയിൽ ഇപ്പോൾ ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിക്കുന്ന ഒരു സംരംഭകൻ ഉണ്ടെങ്കിൽ അവർക്ക് എന്താണ് അഡ്വൈസ്? ഒന്ന് ഏകദേശം ഇത് ഒരു പുതിയ അറിവൊന്നും ആയിരിക്കില്ല, എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ എപ്പോഴും മാർക്കറ്റ് സ്റ്റഡി കൃത്യമായി ചെയ്യുക. എന്താണ് മാർക്കറ്റിലേക്ക് ആവശ്യമുള്ളത് എന്ന് നോക്കുക.
പിന്നെ എസ്പെഷ്യലി ഇവിടെ യൂറോപ്പ് പോലുള്ള സ്ഥലങ്ങളിൽ പ്രോഡക്ട്സ് അണ്ടർ പ്രൈസ് ചെയ്യാതിരിക്കുക, ക്വാളിറ്റിയിൽ കോംപ്രമൈസ് ചെയ്യാതിരിക്കുക. ഇതാണ് ഈ ഒരു ടാഞ്ചബിൾ പ്രോഡക്റ്റ് എന്ന അർത്ഥത്തിൽ നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ അത് എന്തിലും ആയിക്കോട്ടെ. ഇപ്പോൾ ഇലക്ട്രോണിക്സ് ഐറ്റം ആയാലും അതല്ല ഫുഡായാലും എന്തായാലും ടാഞ്ചബിൾ ഐറ്റംസ് ആണെങ്കിൽ. IT റിലേറ്റഡ് സംഭവങ്ങളാണെങ്കിൽ അതിൻ്റെ കോൺസെപ്റ്റേ തന്നെ വേറെയാണ്. അപ്പോൾ എപ്പോഴും ബിസിനസ്സിൽ ഒരു സംഭവം ഉള്ളത് എപ്പോഴും ഒരു പ്രോഡക്റ്റിൻ്റെ ഏർലി എൻട്രി ഉണ്ട്, ലേറ്റ് എൻട്രി ഉണ്ട്. ഇത് രണ്ടും ശരിയല്ല. കറക്റ്റ് സ്പോട്ടിൽ, അതായത് ഒരു മിഡിൽ ടൈമിലാണ് എൻട്രി ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഒരു പ്രോഡക്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ വളരെ ഏർലി എൻട്രി ആയിരുന്നു. അങ്ങനെ എനിക്കതിലൊരു സക്സസ് ഉണ്ടായില്ല എന്ന് മാത്രമല്ല ഒരു ലോസ് ഉണ്ടായി. ദൈവം സഹായിച്ച് ലോസ് ഉണ്ടായെങ്കിലും എങ്ങനെയെങ്കിലും പിടിച്ചു നിന്നു എന്ന് പറയാം. അപ്പോൾ ഇത്രയും നേരം നമ്മളോടൊപ്പം സമയം ചെലവഴിച്ച് നമ്മുടെ സംശയങ്ങൾക്കൊക്കെ ഉത്തരം നൽകിയ ഷാക്കിറിനോട് നന്ദി. വീണ്ടും മറ്റൊരിക്കൽ നോട്ടിക്കൽ മറ്റൊരു എപ്പിസോഡിലൂടെ നമുക്ക് ഷാക്കിറിനോട് കൂടുതൽ വിവരങ്ങൾ ചോദിച്ചു.